ഹരി ഓം. ദശകം 15 ശ്ലോകം 2. പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭികൃതവിദസാക്ഷി പൂരുഷ പഞ്ചവിംശഃ ഇതി വിദിതവിഭാഗോ മുച്യതേസൗ പ്രകൃത്യാഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാദീഃ. പദങ്ങളെ ഒന്ന് പിടിച്ചു നോക്കാം. പ്രകൃതി മഹത് അഹങ്കാരാഃ ച പ്രകൃതിമഹദഹങ്കാരാശ്ച അഹങ്കാരാഃ പ്ലസ് ച അഹങ്കാരാശ്ച മാത്രാഃ ച മാത്രാഃ പ്ലസ് ച മാത്രാശ്ച ഭൂതാനി അപി ഭൂതാനി പ്ലസ് അപി ഭൂതാന്യപി ഹൃദ് പ്ലസ് അപി ഹൃദപി ദശ അക്ഷീ ദശാക്ഷീ പൂരുഷഃ പഞ്ചവിംശഃ പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപി ദശാക്ഷീ പൂരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗഃ ഇതി വിദിത വിഭാഗോ മുച്യതേ അസൗ മുച്യതേ പ്ലസ് അസൗ മുച്യതേസൗ പ്രകൃത്യാ പ്രകൃത്യാ ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യാ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ നഗാദീഃ. ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യാഃ എന്നുണ്ട്. പ്രകൃത്യാഃ അവിടെ വിസർഗമുണ്ട്. കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാദീഃ. പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭികൃതവിദസാക്ഷി പൂരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യാഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാദീഃ. ദശകം 15 ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. ഇതിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ആ സാഖ്യമതപ്രകാരമുള്ള ആ ജ്ഞാനയോഗത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ആ 25 തത്വങ്ങളെ വേർതിരിച്ച് നിർദ്ദേശിക്കുന്നതാണ്. പ്രകൃതി മഹദഹങ്കാരാഃ ച പ്രകൃതി മഹദ് അഹങ്കാരാഃ ച പ്രകൃതി എന്ന് പറഞ്ഞാൽ ആമൂല പ്രകൃതിയും മഹദ് മഹത്തത്വവും അഹങ്കാരാഃ അഹങ്കാരവും അതാണ് ആ അഹങ്കാരവും ച ച എന്ന് പറഞ്ഞാൽ അഹങ്കാരവും ഇതെല്ലാം കൂടെ ചേർന്നത് മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും മാത്രാഃ ച എന്ന് വെച്ചാൽ 5 തന്മാത്രകൾ. മാത്രകൾ എന്ന് പറഞ്ഞാൽ 5 തന്മാത്രകളെ ഉദ്ദേശിച്ചാണ്. മാത്രാഃ ച 5 തന്മാത്രകളും ഭൂതാനി ഭൂതങ്ങളെന്ന് പറയുന്നത് എന്താണ്? 5 പഞ്ചഭൂതങ്ങൾ. അങ്ങനെ 5 ഭൂതങ്ങളും ഹൃദെന്ന് പറഞ്ഞാൽ മനസ്സ് അപി ദശാക്ഷി 10 ഇന്ദ്രിയങ്ങളും. അപ്പം മാത്രാച ഭൂതാനി അപി ഹൃദ് അപി ദശാക്ഷി 5 തന്മാത്രകളും 5 ഭൂതങ്ങളും മനസ്സും 10 ഇന്ദ്രിയങ്ങളും. അപ്പോൾ എത്രയായി? മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം 3 5 തന്മാത്രകൾ 5 3 8 5 ഭൂതങ്ങൾ 8 5 13 മനസ്സ് 1 14 പിന്നെ 10 ഇന്ദ്രിയങ്ങൾ അപ്പോൾ 24ആയി. പിന്നെ അടുത്തത് പഞ്ചവിംശഃ പൂരുഷഃ ഇതി പഞ്ചവിംശഃ 25ാമനായിട്ട് പുരുഷനും എന്ന് ഇപ്രകാരം ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്നിപ്രകാരം. അപ്പോൾ പഞ്ചവിംശഃ പുരുഷഃ ഇതി 25ാമനായിട്ട് പുരുഷനും എന്നിപ്രകാരം വിദിത വിഭാഗഃ അസൗ വിദിത വിഭാഗഃ അസൗ പ്രകൃത്യാ മുച്യതേ. ആ തത്വവിഭാഗം ചെയ്തിരിക്കുന്നു. ആ തത്വവിഭാഗം
മനസ്സിലാക്കിയിട്ടുള്ള പുരുഷനെ പ്രകൃതി വിട്ടുമാറുന്നു. എന്ന് വെച്ചാൽ 25-ാമനായിട്ട് പുരുഷനും എന്നിപ്രകാരം ആ തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള, അപ്പോൾ പുരുഷൻ ആണ് തത്വവിഭാഗം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷൻ പ്രകൃതി അല്ലെങ്കിൽ മായയെ വിട്ടുമാറുന്നു. എന്ന് വെച്ചാൽ ആ പ്രകൃതി നിന്ന് വേറിട്ട് നിൽക്കുന്നു പുരുഷൻ. പുരുഷന് പ്രകൃതിയുമായിട്ട് ബന്ധമില്ലാതെ മാറി നിൽക്കുന്നു എന്നർത്ഥം. അതാണ് പറഞ്ഞത്. മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും 5 തന്മാത്രകളും 5 ഭൂതങ്ങളും മനസ്സും 10 ഇന്ദ്രിയങ്ങളും 25-ാമനായിട്ട് പുരുഷനും, ശരിക്കും 24ആണ്, 25-ാമതായിട്ട് വരുന്നത് പുരുഷനും എന്ന് ഇപ്രകാരം എന്തോന്ന് തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷനെ പ്രകൃതി അല്ലെങ്കിൽ മായ വിട്ടുമാറുന്നു. അപ്പോൾ മായയെ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതാണ് പുരുഷൻ എന്ന് ഇതി കപിലതനുഹൂത്വം ദേവഹൂത്യൈ നഗാദീഹി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. അപ്പോൾ ഇതാണ് ദേവഹൂതിയോട് അരുളി ചെയ്തത്. ആ സാംഖ്യശാസ്ത്രം എന്താണ്? ഈ 24 കാര്യങ്ങൾ: മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, 5 തന്മാത്രകൾ, 5 ഭൂതങ്ങൾ, മനസ്സ്, 10 ഇന്ദ്രിയങ്ങൾ, അങ്ങനെ 24. 25-ാമനായിട്ട് പുരുഷനും, അങ്ങനെ 25 ചേരുന്നുണ്ട്. 25 തത്വങ്ങളുണ്ട്. എന്നാലോ ആ തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷൻ പ്രകൃതിയെ മാറിട്ട് നിൽക്കുന്നു. ഇതാണ് കപിലവാസുദേവൻ ദേവഹൂതിയോട് അരുളി ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് സത്വം, രജസ്, തമസ് എന്നതുള്ളതാണ് 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങളുള്ള ആ മൂലപ്രകൃതിയുടെ പരിണാമമാണ് ലോകം മുഴുവനും. എന്നാലോ ഈ പുരുഷന് പ്രകൃതിയുമായിട്ട് തീരെ ബന്ധമില്ലെന്നുള്ളതുമാണ് ആ സാംഖ്യ സിദ്ധാന്തം. അപ്പം അതുപ്രകാരം പ്രകൃതി തത്വങ്ങൾ 24ആണ്. ആ പ്രപഞ്ചത്തിൻ്റെ ആദി കാരണമാണ് മൂലപ്രകൃതി. ത്രിഗുണാത്മകമായിട്ടുള്ള ആ മൂലപ്രകൃതിയെയാണ് മായയെന്നും അവിദ്യയെന്നും പല പേരുകളും പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ആ മഹത്തത്വവും അതിൽ നിന്ന് അഹങ്കാരവും ഉണ്ടാകുന്നു. ബുദ്ധിയാണ് മഹത്തത്വം. ഈ ഞാനെന്ന ഭാവമാണ് അഹങ്കാരം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെയുള്ള ഗുണങ്ങളാണ് 5 തന്മാത്രകളെന്ന് പറയുന്നത്. മണ്ണ് അല്ലെങ്കിൽ ഭൂമി, വെള്ളം, തീയ്, കാറ്റ്, ആകാശം, ഇത് 5ഉം മഹാഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. അന്ധകരണമാണ് മനസ്സെന്ന് പറയുന്നത്. പിന്നെയോ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. അപ്പോൾ ഈ 5നെയും ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് പറയുന്നു. പിന്നെ വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം, ഈ 5ഉം കർമ്മേന്ദ്രിയങ്ങൾ. അതിനകത്ത് പായു എന്ന് പറഞ്ഞാൽ മലവിസർജനാവയവം, ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയങ്ങൾ. അപ്പോൾ ഈ 5ഉം ചേരുന്നതിനെയാണ് കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെ 24 പ്രകൃതി തത്വങ്ങൾ. ഇവയ്ക്ക് പുറമേയുള്ളതാണ് ആ പുരുഷനെന്ന 25-ാമത്തെ തത്വം. ഇവ വേർതിരിച്ച് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി പ്രകൃതി പുരുഷനെ വിട്ടഴിയുന്നു എന്നുള്ള ആണ് ആ ഭാവം. ഈ പുരുഷൻ എന്ന് പറയുന്നത് ജീവൻ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു പുരുഷന് പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി സംസാരബന്ധത്തിനും വിരക്തി മോക്ഷത്തിനും കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഭഗവത് ഭക്തി കൊണ്ട് മാത്രമേ അത് വിരക്തി വരികയുള്ളൂ എന്നും നമ്മൾ പറഞ്ഞു. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വെച്ചാൽ പുരുഷൻ, പ്രകൃതി പുരുഷനിൽ നിന്നും അന്യമായിട്ടുള്ളതാണ്. ഈ 2 മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്.
പ്രകൃതി 24 തത്വങ്ങൾ അടങ്ങിയതാണ്. പ്രകൃതി 1 23 വികാരങ്ങളാണ്. പ്രകൃതി എന്ന് പറയുന്നത് മായയാണ്. ഈ മായ ഇതിന് അനേകം പേരുകളിൽ അറിയപ്പെടുന്നതാണ് മായ. ശരിക്കുള്ള പേര് മൂലപ്രകൃതി എന്നുള്ളതാണ്. ഈ മൂലപ്രകൃതി ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. അതാണ് ഈ കാണുന്ന പ്രപഞ്ചം. എപ്പോഴാണോ ഭഗവാൻ പ്രകൃതിയിൽ അല്ലെങ്കിൽ മായയിൽ ഈ പ്രതിബിംബിച്ചപ്പോൾ ഉണ്ടായത് ആണ് ആദ്യത്തെ സൃഷ്ടി. എപ്പോഴാണോ ഭഗവാൻ പ്രകൃതിയിൽ അല്ലെങ്കിൽ മായയിൽ പ്രതിബിംബിച്ചപ്പോൾ ഉണ്ടായ ആദ്യത്തെ സൃഷ്ടിയാണ് ബുദ്ധി തത്വം. അത് മഹത്തായ തത്വമായതുകൊണ്ടാണ് മഹത്തത്വം എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ആ മഹത്തത്വമാണ് അഹങ്കാരത്തിന് ജന്മം നൽകുന്നത്. മായയ്ക്ക് 3 ഗുണങ്ങൾ: സത്വം, രജസ്, തമസ്. ആ ഗുണങ്ങൾക്കനുസരിച്ച് ഈ അഹങ്കാരം 3ആയിട്ട് തീരുന്നു: സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. സാത്വികാഹങ്കാരത്തിന് വൈകാരികം എന്നും പേരുണ്ട്. അതാണ് നമ്മൾ 5ാം ദശകത്തിൽ 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ജ്ഞാനശക്തി. ഈ സാത്വികത്തിൽ നിന്നാണ് 10 ഇന്ദ്രിയങ്ങളുടെ ദേവതമാർ, പിന്നെ അന്ധകരണത്തിൻ്റെ ദേവത, പിന്നെ അന്ധകരണം, ഇവ ഉണ്ടായത്. ഈ അന്ധകരണം തന്നെയാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതൊക്കെ വൃത്തികളെന്നാണ് പറയുന്നത്. അടുത്തത് 2ാമത്തേത് രാജസാഹങ്കാരം. അത് രജോ ഗുണത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. എന്നുവെച്ചാൽ തൈജസം എന്നുവെച്ചാൽ അത് ക്രിയാശക്തിയാണ്. അപ്പോൾ ഈ തമോ ഗുണത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നത് താമസാഹങ്കാരം. എന്നുവെച്ചാൽ താമസം എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. എന്നുവെച്ചാൽ ദിവ്യശക്തി. ഈ 3 ശക്തികൾ കൊണ്ടാണ് പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 3ാമത്തെ താമസാഹങ്കാരത്തിൽ നിന്നാണ് ഈ മാത്രകങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നുവെച്ചാൽ തന്മാത്രകൾ ഉണ്ടാകിയിരിക്കുന്നത്. അതെന്തുവാ? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അപ്പോൾ അതിൽ നിന്നും പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് സർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് എന്ത് ചെയ്തു ഭഗവാന്? ബ്രഹ്മാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നീ അങ്ങ് സൃഷ്ടി തുടങ്ങിക്കോളൂ എന്ന് പറയുകയാണ്. അതാണ് വിസർഗം. ആ ബ്രഹ്മാവ് സൃഷ്ടിയെ തുടങ്ങുകയാണ്. 2-3 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും. കുറച്ച് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അത് പ്രശ്നമില്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണിത്, എന്നാലും സാരമില്ല.